ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കിം ജോങ് ഉൻ തന്റെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വെറുമൊരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തിന് നേരെയുള്ള പരസ്യമായ വെല്ലുവിളി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ഉപരോധങ്ങളുടെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് ഉത്തര കൊറിയക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ലോകശക്തികൾ ഭയക്കുന്ന ഒരു അപ്രമാദിത്വത്തിന്റെ സാമ്രാജ്യമാണ് കിം ഇപ്പോൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. യങ്ബിയോണിലെ ആണവ റിയാക്ടറുകൾ വീണ്ടും പുകഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ നിർമ്മിക്കപ്പെടുന്നത് വെറും വാർഹെഡുകളല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ നയതന്ത്ര മര്യാദകളെ നിഷ്പ്രഭമാക്കുന്ന സൈനികമായ അനിഷേധ ശക്തിയാണ്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകക്രമം പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യം വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ കൃത്യമായ സൂചന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഉത്തര കൊറിയയിലെ പുതിയ വാർത്ത? നമുക്ക് നോക്കാം. ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റാഫേൽ ഗ്രോസി നടത്തിയ വെളിപ്പെടുത്തലുകൾ ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഉത്തര കൊറിയയിലെ പ്രധാന ആണവ കേന്ദ്രമായ യങ്ബിയോണിലെ 5 മെഗാവാട്ട് റിയാക്ടർ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതായും ഇതിനു പുറമെ ലൈറ്റ് വാട്ടർ റിയാക്ടർ പ്രവർത്തനക്ഷമമായും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. യങ്ബിയോണിലെ പുനർസംസ്കരണ യൂണിറ്റിന്റെ പ്രവർത്തനവും മറ്റ് അനുബന്ധ സംവിധാനങ്ങളുടെ സജീവതയും പ്ലൂട്ടോണിയം ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഉത്തര കൊറിയയുടെ പക്കൽ ഏതാനും ഡസൻ ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലൈറ്റ് വാട്ടർ റിയാക്ടറിന്റെ പ്രവർത്തനം കൂടി സ്ഥിരീകരിച്ചതോടെ യുറേനിയം സമ്പുഷ്ടീകരണം, പ്ലൂട്ടോണിയം വേർതിരിക്കലും സമാന്തരമായി നടക്കുന്നുണ്ടെന്ന കാര്യവും ഉറപ്പായി. ഉത്തര കൊറിയയുടെ ഇത്തരം നീക്കങ്ങൾ പ്രാദേശിക സുരക്ഷയെയും ആഗോള ആണവ നിരായുധീകരണ ശ്രമങ്ങളെയും സാരമായി ബാധിക്കുമെന്ന് ഗ്രോസി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും ഏജൻസി വിലയിരുത്തുന്നു. ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ റിപ്പോർട്ടുകളെ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ ഈ ദ്രുതഗതിയിലുള്ള ആണവ മുന്നേറ്റത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങളാണുള്ളത്. നിലവിലെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 4 തലങ്ങളിലുള്ള ഉദ്ദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തിനുള്ള പുറപ്പാടിലാണ് കിം ജോങ് ഉൻ എന്നത്. ആദ്യത്തേതും ഏറ്റവും പ്രധാനമായതും ലക്ഷ്യം അസ്തിത്വ സുരക്ഷ തന്നെയാണ്. അതായത് ലിബിയയിലെയും ഇറാഖിലെയും ഭരണകൂടങ്ങൾ തകർന്ന് അവർക്ക് ആണവായുധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ബോധ്യം ഉത്തര കൊറിയയ്ക്ക് ശക്തമായിട്ടുണ്ട്. അമേരിക്കയെ പോലൊരു വൻ ശക്തിയുടെ നേരിട്ടുള്ള സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ പക്കൽ വിശ്വസനീയമായ ആണവായുധ ശേഖരം ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കിം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. വെറുമൊരു പ്രതിരോധം എന്നതിലുപരി അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളും അവയിൽ ഘടിപ്പിക്കാൻ ആവശ്യമായ വാർ ഹെഡുകളും നിർമ്മിക്കുന്നതിലൂടെ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ചർച്ചകളിൽ ഉത്തര കൊറിയയ്ക്ക് മേൽക്കൈ നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു തന്ത്രം. ഉപരോധങ്ങൾ നീക്കം ചെയ്യാനോ മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കോ വേണ്ടി ഭാവിയിൽ ചർച്ചകൾ നടക്കുകയാണ് എങ്കിൽ താനൊരു ആണവ ശക്തിയാണ് എന്ന നിലയിൽ മാത്രം സംസാരിക്കാനാണ് കിം ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. 10 കൊല്ലം മുൻപ് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന നിലയിലായിരുന്നു ചർച്ചകളില്ലെങ്കിൽ ഇന്ന് തന്റെ പക്കലുള്ള ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നോ അല്ലെങ്കിൽ അത് മരവിപ്പിക്കാമെന്നോ ഉള്ള ഉപാധികളിലൂടെ വലിയ ഇളവുകൾ നേടിയെടുക്കുകയാണ് കിം ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് നിരായുധീകരണമല്ല, മറിച്ച് ഒരു ആണവ രാഷ്ട്രം എന്ന അംഗീകാരമാണ് അദ്ദേഹം ആഗോളതലത്തിൽ ഇഷ്ടപ്പെടുന്നത്. മൂന്നാമത്തെ വശം റഷ്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധമാണ്. അതായത് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചിട്ടുണ്ട്. റഷ്യക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിന് പകരമായി ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ആണവ സഹകരണവും കിമ്മിന് ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ ആഗോള സാഹചര്യത്തെ തനിക്ക് അനുകൂലമായി ഉപയോഗിച്ച് ആണവശേഷി പരമാവധി വർദ്ധിപ്പിക്കാനാണ് കിം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് രാജ്യത്തിനുള്ളിലെ കിമ്മിന്റെ സ്വാധീനം ഉറപ്പിക്കുക എന്നത് തന്നെയാണ്. അതായത് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും രാജ്യം സൈനികമായി കരുത്താർജിക്കുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ കിമ്മിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. ശക്തമായ രാജ്യം എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് ആഭ്യന്തരമായി പ്രതിസന്ധികളെ മറികടക്കാൻ ഇത്തരം സൈനിക മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യവുമാണ്. ഭരണം നഷ്ടപ്പെടാതിരിക്കാനും രാജ്യത്തെ പിടിച്ചുകെട്ടാനും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കിമ്മിന്റെ ഭാഗത്തുനിന്ന് തുടർന്നും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ
യങ്ബിയോണിലെ ഈ പുതിയ നീക്കങ്ങൾ കേവലം സൈനികമായ ഒരു പരീക്ഷണം മാത്രമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ലോകക്രമത്തിന്റെ തന്നെ സ്ഥാനം ഉറപ്പിക്കാനും ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാനും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തന്റെ നിബന്ധനകൾക്ക് മുന്നിൽ കൊണ്ടുവരാനുമുള്ള കിം ജോങ് ഉന്നിന്റെ കൃത്യമായ രാഷ്ട്രീയ ചതുരംഗ കളി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ കിം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തവുമാണ്. ഉത്തര കൊറിയ ഇനി വെറും ഒരു ഭീഷണി മാത്രമല്ല, മറിച്ച് മാറ്റാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് മുന്നോട്ട് വെക്കുന്ന ആ വലിയ സന്ദേശം. ഉത്തര കൊറിയ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആഗോള ജനതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.